കല്യാണ കച്ചേരി. ഭൂമി കാർത്തിയുടെ ശബ്ദം കാതോരം കേട്ടതും പെണ്ണവൾ ഞെട്ടിപ്പിടഞ്ഞു. ഒന്ന് കുതിറി മാറാൻ ആവൊന്ന് ശ്രമിച്ചു. പക്ഷേ എല്ലാം വിഫലമായി. നീ എന്തിനാണ് എപ്പോഴും ദേവിനൊപ്പം നടക്കുന്നത്? അതെനിക്കിഷ്ടമല്ല. നിന്റെ ഭർത്താവ് ഞാനാണ്, അല്ലാതെ അവനല്ല ഭൂമി. അവളുടെ കാതിൽ മുരളുന്നത് പോലെ കാർത്തികിൻ്റെ സ്വരം പതിഞ്ഞു. ഭൂമി കാർത്തികിനെ തള്ളിമാറ്റാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവളവനെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും അവനവളെ കൂടുതലായി അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അത്ര പരിചിതമില്ലാത്ത കാർത്തികിൻ്റെ ഗന്ധത്തിൽ ഭൂമിയൊന്ന് ഉലഞ്ഞുപോയി. പെട്ടെന്നവളെ ആ നിമിഷം അങ്ങനൊരു സാഹചര്യത്തിൽ അത്രയും അടുത്ത് കണ്ടപ്പോൾ അവനും സ്വയം നിയന്ത്രിക്കാനായില്ല. അറിയാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിടുക്കിലേക്ക് പതിയാൻ തുടങ്ങിയതും സർവശക്തിയുമെടുത്ത് ഭൂമി കാർത്തികിനെ തള്ളി മാറ്റി. പെട്ടെന്നാണ് കാർത്തിക്കിന് ഓർമ്മ വന്നത് താൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. മുൻപിൽ നിൽക്കുന്നവളെ കാണുകെ അറിയാതെ കാർത്തിക് ഉമിനീരിറക്കിപ്പോയി. വെള്ളത്തുള്ളികൾ നനഞ്ഞു പറ്റിപ്പിടിച്ച മുഖവും കഴുത്തും. ഒരു വെണ്ണക്കൽ ശില്പം പോലെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന തൻ്റെ പെണ്ണ്. സാരിയുടെ ബ്ലൗസും അല്പാൽപമായി അവിടുവിടമാകെ നനഞ്ഞു നിൽക്കുന്നു. അവൻ്റെ ശ്രദ്ധ താഴേക്ക് നീങ്ങിയതും പെട്ടെന്ന് ഭൂമി തിരിഞ്ഞു നിന്നി. എങ്കിലും അവൾ മറയ്ക്കാൻ ശ്രമിച്ചതെല്ലാം അവൻ കണ്ടു കഴിഞ്ഞിരുന്നു. താൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായതും പെട്ടെന്ന് കാർത്തി മുറിക്ക് പുറത്തേക്കിറങ്ങി വാതിൽ ചേർത്തടച്ചു. അവൻ വേഗം അവൻ്റെ മുറിയിലേക്ക് കയറി. കൺമുമ്പിൽ അവളെ അങ്ങനെ കണ്ടത് ഓർമ്മ വന്നതും കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി അവൻ. അവൻ്റെ ഉള്ളംകൈയിൽ അപ്പോഴും അവളുടെ നഗ്നമായ വയറിൻ്റെ തണുപ്പുണ്ടെന്ന് അവന് തോന്നിപ്പോയി. ആദ്യമായാണ് ഒരു പെണ്ണിനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണുന്നത്. കാർത്തി തലകുടഞ്ഞു. ദേവിനൊപ്പം ഭൂമിയെ കണ്ടപ്പോഴുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവളുടെ മുറിയിലേക്ക് കയറി ചെന്നത്. അവൾ എന്ത് കരുതി കാണും? കാർത്തി കൈകൊണ്ട് തലക്കടിച്ചു. കാർത്തി ഇറങ്ങിപ്പോയിട്ട് ഭൂമി കുറേ നേരം ആ നിൽപ്പ് നിന്നു. അറിയാതെ അവളുടെ കൈകൾ അവൻ ചേർത്ത് പിടിച്ച ഇടുപ്പിലേക്ക് അമർന്നു. എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതേ സമയം തന്നെയാണ് സുഭദ്ര അവളുടെ മുറിയിലേക്ക് വന്നത്. നല്ല ആളാ, ഇതുവരെ റെഡിയായില്ലേ? മോളെ, പൂജയ്ക്ക് മോളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മോളുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? കാർത്തി എന്തേലും പറഞ്ഞോ? ഇല്ലമ്മേ. പിന്നെ? സാരി ഉടുക്കാൻ എനിക്കറിയില്ലമ്മേ. അതിന് കരയാണോ ചെയ്യേണ്ടത്? ദാ ഇവിടെ നിന്ന് അമ്മയെന്നൊന്ന് നീട്ടി വിളിക്കാൻ മേലായിരുന്നോ? ഞാൻ വന്ന് ഉടുപ്പിച്ച് തരില്ലായിരുന്നോ? മോളിങ്ങി വാ, അമ്മ സാരി ഉടുപ്പിക്കാം. സുഭദ്ര അവളെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. അവളുടെ ഇടുപ്പിൻ്റെ സൈഡിൽ ചുവന്ന് കിടക്കുന്ന വിരൽപ്പാടുകൾ അവർ കണ്ടെങ്കിലും അതത്ര അവർ കാര്യമാക്കിയില്ല. അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞൊരു കുട്ടിയോട് ഇതെങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നത് ഒരു മര്യാദകേടായി അവർക്ക് തോന്നി. സുഭദ്ര ഭൂമിയെ നല്ല ഭംഗിയായി സാരി ഉടുപ്പിച്ചു. ശേഷം അവരുടെ ആമാടപ്പെട്ടിയിൽ നിന്നും ഒരു നെക്ലസും പാലക്കാമാലയും ഈ 2 ലക്ഷ്മി വളകളും വീതം അവൾക്ക് ഇട്ടുകൊടുത്തു. അവളുടെ മുടിയിൽ മുല്ലപ്പൂവ് ചോടി കൊടുത്ത ശേഷമാണ് സുഭദ്ര താഴേക്ക് ഇറങ്ങിപ്പോയത്. മോളെ, ഒരു 10 മിനിറ്റിനുള്ളിൽ വന്നേക്കണേ. അവിടെ പൂജ ചെയ്യാനുള്ള തിരുമേനിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എത്താം അമ്മേ. മുഖമൊന്ന് അമർത്തി തുടച്ച് അല്പം പൗഡർ ഇട്ടു. ഒരു ചെറിയ കുഞ്ഞി കറുത്ത പൊട്ട് തൊട്ടു. ഭൂമി ശേഷം താഴേക്ക് ഇറങ്ങിച്ചെന്നു. ലിവിംഗ് റൂമിൽ കാർത്തിക്കിനെ കണ്ടതും അവളുടെ തല കുനിഞ്ഞു. അവളുടെ ഈ ഒളിച്ചുകളി അവനും കാണുന്നുണ്ട്. കാർത്തിക്കിന് ഭൂമിയെ ഫേസ് ചെയ്യാൻ അല്പം ചമ്മലുണ്ടായിരുന്നു. ഭൂമിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അറിയാതെ സംഭവിച്ചതാണെന്ന് അവളോട് പറയണമെന്നുണ്ട്. പിന്നീട് ചിന്തിച്ചു, അന്യ സ്ത്രീയൊന്നും അല്ലല്ലോ, തൻ്റെ ഭാര്യയല്ലേ എന്ന്. പൂജ തുടങ്ങിയതോടെ ബന്ധുക്കളെയും അടുത്തുള്ള നാട്ടുകാരെയും കൊണ്ട് വീട് നിറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് വീടിന് പിന്നിലുള്ള നാഗത്തറയിലേക്ക് നടന്നു. ആ സമയം ഭൂമിക്ക് ആദ്യം ഓർമ്മ വന്നത് വിവാഹം കഴിഞ്ഞെന്ന് സന്ധ്യയ്ക്ക് കാർത്തിക്കിനൊപ്പം കാവിൽ വിളക്ക് വെക്കാൻ വന്ന നിമിഷമായിരുന്നു. അറിയാതെ ഭൂമിയുടെ മിഴികൾ കാർത്തിക്കിനെ തിരഞ്ഞു. എന്നാൽ കാർത്തികം ഭൂമിയെ തന്നെ നോക്കി നിൽക്കുവാണെന്ന് കണ്ടതും അവളുടെ മുഖം വീണ്ടും താഴ്ന്നു. ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൂജയായിരുന്നത്. കാവിലെ നാഗത്തന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള പൂജ. മഞ്ഞൾപ്പൊടിയും പനിനീരും ചേർന്ന മിശ്രിതത്തിൻ്റെ സുഗന്ധം അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നു. ആ സായം സന്ധ്യയുടെ കുളിരും അസ്തമയ സൂര്യൻ്റെ കിരണവും
നാഗത്തറയിലെ മന്ത്ര ഉച്ചാരണങ്ങളും ഒക്കെ കൂടി അവിടെ ആകെ വല്ലാത്തൊരു അനുഭൂതി വന്ന് തന്നെ തഴുകും പോലെ ഭൂമിക്ക് തോന്നി. കാർത്തിയാണെങ്കിൽ ഭൂമി നിൽക്കുന്ന ഇടത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. ഇടയ്ക്കൊക്കെ പൂജ നടക്കുമ്പോൾ സർപ്പം വരാറുണ്ടെന്ന് അച്ചമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്നോർത്താണ് അവൻ അവളുടെ ചുറ്റുവട്ടത്തൊക്കെ നോക്കി നിൽക്കുന്നത്. പൂജ കഴിഞ്ഞതും തിരുമേനി കാർത്തികിനെയും ഭൂമിയെയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. വാഴയിലയിൽ അല്പം മഞ്ഞളും ചന്ദനവും നൽകി ഇരുവരോടും പരസ്പരം തൊട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. കാർത്തി അല്പം ചന്ദനം എടുത്ത് ഭൂമിയുടെ നെറ്റിയിലേക്ക് തൊടാനാഞ്ഞതും അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. കാർത്തിക്കിനും അവളുടെ മുഖത്തേക്ക് നോക്കാനാകുന്നില്ലായിരുന്നു. ഭൂമിക്ക് ചന്ദനം തൊടാനായി കാർത്തി അല്പം താഴ്ന്നു കൊടുത്തതും അവിടെ നിന്നവരൊക്കെ എന്തൊക്കെയോ അടക്കം പറഞ്ഞ് ചിരിച്ചു. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞാണ് പൂജകൾ അവസാനിച്ചത്. ഭൂമി വല്ലാതെ ടയേർഡായിരുന്നു ആ സമയം. കുറേ നേരം സാരി ഉടുത്ത് നിന്നതുകൊണ്ടാവണം അവൾക്ക് നന്നായി ചൂടെടുക്കുന്നുണ്ട്. സാരി മാറാനായി ധൃതിയിൽ ഭൂമി മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്ന് സുഭദ്ര അവളെ വിളിച്ചത്. ബന്ധുക്കളിൽ വളരെ കുറച്ചുപേര് മാത്രമേ തിരികെ പോയിട്ടുള്ളൂ. മോളെ ഭൂമി. എന്താമ്മേ? സമയം ഒരുപാട് താമസിച്ചില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് മുകളിലേക്ക് പോ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാമേ. മോളെ, നമ്മുടെ കുറേ ബന്ധുക്കൾ ഇന്ന് പോകുന്നില്ല. 2-3 ദിവസം ഇവിടെ നിന്നിട്ടേ പോകൂ. ആണോ? അത് നല്ലതല്ലേ. വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ ആകുമല്ലോ 2-3 ദിവസത്തേക്ക്. അമ്മ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാലേ, മോളുടെ സ്റ്റഡി റൂമില്ലേ, ഇന്ന് വല്യമ്മയ്ക്കൊക്കെ ആ റൂം കൊടുക്കാമെന്നാണ് അമ്മ കരുതുന്നത്. മോൾ ആ റൂം പഠിക്കാൻ മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. പെട്ടെന്നൊരു നിമിഷം എന്തു പറയണമെന്നറിയാതെ ഭൂമി കുഴഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് കാർത്തി അവളുടെ പിന്നിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവനും നിന്നു, അവൾ എന്താകും പറയാൻ പോകുന്നതെന്നറിയാൻ. അതെ അമ്മേ, ആ റൂം ഞാൻ പഠിക്കാൻ മാത്രമേ എടുക്കൂ. ഒരുവിധം മുക്കിയും മുളയും ഭൂമി അത് പറഞ്ഞു. എങ്കിൽ മോളുടെ ബുക്കും കാര്യങ്ങളുമൊക്കെ ഇനി 2 ദിവസത്തേക്ക് പഴയ പോലെ കാർത്തിയുടെ റൂമിലേക്ക് മാക്ക്. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? പെട്ടെന്ന് ഭൂമിക്ക് പിന്നിലേക്ക് നോക്കി സുഭദ്ര അത് ചോദിച്ചപ്പോഴാണ് ഭൂമിയും അറിയുന്നത് കാർത്തി ഇത്രയും നേരം അവൾക്ക് പിന്നിൽ നിൽപ്പുണ്ടായിരുന്നുവെന്ന്. ഭൂമി പെട്ടെന്ന് അവനെ ശ്രദ്ധിക്കാതെ ഊണുമേശയിലേക്ക് ചെന്നു. അവിടെ നിന്ന് 2 ചപ്പാത്തിയും കഴിച്ച് കാർത്തി റൂമിൽ കയറും മുമ്പ് അവിടേക്ക് കയറാനായി ധൃതിയിൽ മുന്നോട്ട് നടന്നപ്പോൾ കാർത്തിയുടെ ഒരു അമ്മായി അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. കുറച്ച് സമയം അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് ഭൂമി നിന്നു. ആ നേരം കൊണ്ട് കാർത്തി മുകളിലേക്ക് പോയിരുന്നു. വല്യമ്മമാരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് സാവധാനം മറ്റേ റൂമിലെ സാധനങ്ങൾ ഓരോന്നായി കയ്യിലെടുത്ത് കാർത്തികിൻ്റെ റൂമിലേക്ക് വീണ്ടും ചെന്നപ്പോൾ കാർത്തി അവളെ നോക്കി ചിരിയടക്കാൻ പാടുപെട്ടു. ഒരു നിമിഷം കാർത്തികിൻ്റെ കണ്ണുകൾ അവളിൽ ഉടക്കിപ്പോയി. ചമയങ്ങളെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും ആ മുഖത്തില്ല. റൂമിലേക്ക് കയറി അവളുടെ ഓരോ സാധനങ്ങളും മുൻപിരുന്ന സ്ഥലങ്ങളിലേക്ക് അവൾ ഒതുക്കി വെച്ചു. എനിക്കൊന്ന് ഡ്രസ്സ് മാറണം. ഭൂമി കാർത്തികിനെ കേൾക്കാൻ പാകത്തിന് അല്പം ശബ്ദം ഉയർത്തി പറഞ്ഞു. ഹെൽപ്പ് വേണോ? പെട്ടെന്ന് അങ്ങനെ ചോദിക്കാനാണ് കാർത്തിക്ക് തോന്നിയത്. ഭൂമിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. റൂമിൻ്റെ ഡോർ ചാരി കാർത്തി കുറച്ച് സമയത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. തിരികെ കയറുമ്പോൾ പൂജയ്ക്ക് മുൻപ് ആ റൂമിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഭൂമിയോടൊരു സോറി പറയണമെന്ന് കാർത്തി മനസ്സിലോർത്തു. പക്ഷെ ഒട്ടൊരു നേരത്തിന് ശേഷം അവന് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും ഭൂമി ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. അലസമായി ഒരു ധാവണി ഉടുത്ത് അരഭാഗം വരെ പുതപ്പ് പുതിച്ച് കൈവള്ളിയിൽ കവിൾ ചേർത്ത് ഒരു കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്നവളെ അല്പനേരം കണ്ണെടുക്കാതെ നോക്കി നിന്നവൻ പതിയെ എപ്പോഴോ അവൻ്റെ മിഴികളും ഉറക്കത്തിന് വഴിമാറിക്കൊടുത്തു. പിറ്റേന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഭൂമി അല്പം താമസിച്ചാണ് എണീറ്റത്. കാർത്തി ജോഗിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും തിരികെ മടങ്ങി വരുമ്പോഴേക്കും അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അലസമായി ഒഴുകിക്കിടന്ന ധാവണിത്തുമ്പിനിടയിലൂടെ അവളുടെ നഗ്നമായ വയറ് വീണ്ടും അവൻ്റെ കണ്ണിലുടക്കി. വയറിന് സൈഡിലായി അല്പം ചുവന്നു കിടക്കുന്ന വിരൽപ്പാടിലേക്ക് കാർത്തിയുടെ ശ്രദ്ധ പതിഞ്ഞു. അത് ഇന്നലെ സംഭവിച്ചതാണല്ലോ എന്നോർക്കവേ അവൻ്റെ തല താഴ്ന്നു. ഭൂമിക്ക് കോളേജിൽ പോകേണ്ടതുകൊണ്ട് സുഭദ്രയും കരുതി അവൾ നന്നായി ഉറങ്ങിക്കോട്ടെ എന്ന്. സമയം ഏകദേശം 8 മണിയോട് അടുത്തപ്പോഴായിരുന്നു ഭൂമി താഴേക്ക് വന്നത്. സുഭദ്ര ആ സമയം അവിടെ ഉണ്ടായിരുന്നു.
കാർത്തിക്കിൻ്റെ അമ്മായിയോട് വർത്താനം പറഞ്ഞിരിക്കുവാണവർ. ആ, മോള് വന്നോ? അമ്മ ചായ എടുക്കാം. അതും പറഞ്ഞ് സുഭദ്ര അടുക്കളയിലേക്ക് പോയപ്പോൾ ഭൂമി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 2 ദോശ വെച്ചു. പെൺകുട്ടികൾ അതിരാവിലെ എണീക്കണമെന്നാ പണ്ടുള്ള കാരണവന്മാർ പറയുന്നത്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ. ഭൂമിയെ കേൾപ്പിക്കാനായി അമ്മായി കുറച്ച് ഉറക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഭൂമിക്കുള്ള ചായയുമായി സുഭദ്ര അങ്ങോട്ട് വന്നു. എല്ലാം എടുത്ത് കയ്യിൽ കൊടുക്കണമെന്നുണ്ടോ സുഭദ്രേ? അമ്മായി വീണ്ടും ഓരോരോ ചൊറിയുന്ന വർത്താനവുമായി വരികയാണ്. സുഭദ്ര അതെല്ലാം കേൾക്കാത്ത പോലെ നിന്നു കളഞ്ഞു. ഭൂമി വേഗം കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ച് സുഭദ്രക്കരിയിലേക്ക് വന്നു. അമ്മേ, ഇന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പോകണം. വേറൊന്നിനുമല്ല, കമ്പൈൻ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും വരാം. അതിനെന്താ, പോയിട്ട് വാ മോളെ. താങ്ക് യു അമ്മേ. അതും പറഞ്ഞുകൊണ്ട് ഭൂമി ചാടിത്തുള്ളി അവളുടെ റൂമിലേക്ക് പോയി. കാർത്തിമോനുമായിട്ട് ആ പെണ്ണെങ്ങനാ? ഭൂമിയുടെ ആ പോക്ക് നോക്കി നിന്നുകൊണ്ട് അമ്മായി വീണ്ടും സംസാരിച്ചു തുടങ്ങി. അവർ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് പോകുന്നത്. എങ്ങും തൊടാതൊരു മറുപടി സുഭദ്ര പറഞ്ഞു. ആ പെണ്ണ് ഒട്ടും ഉടഞ്ഞിട്ടില്ല. പെട്ടെന്ന് അമ്മായിയുടെ വായിൽ നിന്ന് അങ്ങനെയൊരു സംസാരം ഉണ്ടായതും സുഭദ്ര തല കുനിച്ചു കളഞ്ഞു. അമ്മായി ഇതെന്തൊക്കെയാ പറയുന്നേ? അവർ കുട്ടികളല്ലേ. അതിനു മറുപടിയായി അമ്മായി ഒന്ന് അമർത്തി മൂളി. തുടരും. അടുത്ത പാട്ട് നാളെ കാലത്തെ തരാമേ. 2 പാട്ട് ചോദിച്ചതുകൊണ്ടാണ് ഞാനിന്ന് തിരക്കാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇത് കൂടി പോസ്റ്റ് ചെയ്തത്. ലെങ്ത് കുറവാണെന്നറിയാം. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ കഥ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും പറയണം. അതുപോലെ തന്നെ ലൈക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.